ഇറാൻ്റെ വിഖ്യാതനായ കവി ഫിർദോസി ഷഹ്നാമയിൽ പറയുന്നത്, ദരീഗസ്ത് ഇറാൻ കെ വിറാൻ ഷുവദ്, ഇറ്റ് ഈസ് എ ട്രാജഡി ഇഫ് ഇറാൻ ഷുഡ് ഫോൾ ഇൻ ടു റൂയിൻ. ഇറാൻ്റെ പതനം ഏറ്റവും വലിയ ദുരന്തമായിരിക്കും എന്നാണ് ഫിർദോസിയുടെ പ്രവചനം. ഇറാൻ ഇപ്പോൾ ലോക രാജ്യങ്ങളുടെ നെറുകയിൽ നിൽക്കുകയാണ്. 108 ദിവസം പിന്നിടുന്ന അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ആക്രമണങ്ങൾക്ക് മുമ്പിൽ ഒരു നാഗരികത, ഒരു രാജ്യം, ഒരു സംസ്കാരം പിടിച്ചു നിൽക്കുന്നതാണ് നാം കണ്ടത്. അമേരിക്ക ഇപ്പോൾ ഒരു കരാറിൽ ഏർപ്പെടാൻ നിർബന്ധിതരായിരിക്കുന്നു. മറ്റൊരു വഴിയും അമേരിക്കയുടെ മുമ്പിലില്ല. ഹോർമുസ് തുറക്കും, ഇറാൻ്റെ മേലുള്ള എല്ലാ ഉപരോധങ്ങളും അമേരിക്ക നീക്കും, ഇറാൻ്റെ മരവിപ്പിച്ച മുഴുവൻ ആസ്തികളും വിട്ടുകൊടുക്കും. ഇങ്ങനെ വളരെ കൃത്യമായ ഡിമാൻഡുകൾ അംഗീകരിച്ചുകൊണ്ട് ഇറാൻ്റെ മുമ്പിൽ ലോക പോലീസ് മുട്ടുമടക്കുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കണ്ടത്. ഇറാൻ ഇല്ലാത്ത ഒരു മിഡിൽ ഈസ്റ്റായിരുന്നു നെതന്യാഹുവിൻ്റെ സ്വപ്നം. നെതന്യാഹുവിൻ്റെയും ട്രംപിൻ്റെയും യുദ്ധക്കൊതി അവസാനിച്ചിരിക്കുന്നു. ഇനി അമേരിക്കക്ക് മറ്റൊരു രാജ്യത്തോട് യുദ്ധം ചെയ്യാൻ കഴിയാത്ത വിധം പാപ്പറായിരിക്കുന്നു, പരാജയപ്പെട്ടിരിക്കുന്നു. യുദ്ധ സന്നാഹങ്ങളിൽ 1-ാം നമ്പർ നിൽക്കുന്ന രാജ്യം, പ്രതിരോധ രംഗത്ത് വളരെ പിന്നിൽ നിൽക്കുന്ന ഇറാനോട് ഏറ്റുമുട്ടുകയും അങ്ങനെ ആ യുദ്ധത്തിൽ അമേരിക്ക പരാജയപ്പെടുകയും ചെയ്തു. 2026 ഫെബ്രുവരി 28 അമേരിക്ക ഇറാനിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചിരുന്നു: ഇറാനിൽ ഭരണമാറ്റമുണ്ടാകും. ഇറാൻ ലിബിയ പോലെ, ഇറാഖ് പോലെ, വെനുസില പോലെ എളുപ്പത്തിൽ അവസാനിപ്പിച്ച് തങ്ങളുടെ ദൗത്യം നിർവഹിച്ച് തിരിച്ചു വരും എന്നായിരുന്നു അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കണക്കുകൂട്ടൽ. സൗദിയുടെ പിന്തുണയുണ്ടായിരുന്നു, UAE പിന്തുണയുണ്ടായിരുന്നു. ഇത്തരം വഞ്ചനാത്മകമായ നിലപാടുകൾക്കെതിരെ, അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ തത്വദീക്ഷയില്ലാത്ത ആക്രമണമാണ് ഇറാൻ നടത്തിയത്. GCC രാജ്യങ്ങളുടെ ലോക ഭൂപടത്തിലെ എല്ലാ ചൈതന്യവും അവസാനിപ്പിക്കുന്ന വിധത്തിലായിരുന്നു ഇറാൻ്റെ ആക്രമണം. ഇറാൻ അവരുടെ കോസിന് വേണ്ടി നിലകൊണ്ടു. അറബ് രാജ്യങ്ങൾക്ക് കൃത്യമായ മെസ്സേജ് നൽകാൻ ഇറാന് സാധിച്ചു. സൈനികമായ ഒരു യുദ്ധത്തെ സാമ്പത്തികമായ ഉപരോധമാക്കി മാറ്റാൻ ഇറാൻ്റെ തന്ത്രപൂർവമായ ഇടപെടൽ കൊണ്ട് സാധിച്ചു. കേവലം ഒരു യുദ്ധത്തിനപ്പുറം ലോകത്താകെ സാമ്പത്തിക മാന്ദ്യം അടിച്ചു വീശുന്ന വിധത്തിലുള്ള ഒരു വലിയ യുദ്ധമാക്കി മാറ്റാൻ, സാമ്പത്തിക ഉപരോധമാക്കി മാറ്റാൻ, സാമ്പത്തിക മാന്ദ്യമുണ്ടാക്കാൻ ഇറാന് സാധിച്ചു. അമേരിക്കയിൽ, യൂറോപ്യൻ രാജ്യങ്ങളിൽ, ഏഷ്യൻ രാജ്യങ്ങളിൽ, മിഡിൽ ഈസ്റ്റിൽ നിത്യോപയോഗ സാധനങ്ങൾ പോലും കിട്ടാത്ത അവസ്ഥയിൽ, ഗ്യാസ് സിലിണ്ടറുകൾക്ക് വേണ്ടി ക്യൂ നിൽക്കുന്ന അവസ്ഥയിൽ ഇന്ത്യയെ എത്തിക്കാൻ ഇറാന് സാധിച്ചു. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സമീപനം എന്തായിരുന്നു? ഇസ്രായേലിനും അമേരിക്കക്കും പരസ്യവും രഹസ്യവുമായ പിന്തുണ നൽകിയിരുന്നു. ഇറാനെ ആക്രമിക്കുമ്പോൾ അപലപിക്കാൻ കഴിയാത്ത വിധം ഇന്ത്യ സമ്മർദ്ദത്തിലായിരുന്നു. ലോക പോലീസിനോട് അരുത് എന്ന് പറയാൻ ആരുമുണ്ടായിരുന്നില്ല. ഇറാൻ്റെ പരമോന്നത നേതാവായ അയത്തുള്ള ഖംനയെ വധിച്ചുകൊണ്ടാണ് അമേരിക്ക അവരുടെ താണ്ഡവം തുടങ്ങിയത്. അലി ലാറിജാനി ഉൾപ്പെടെയുള്ള ഇറാനിലെ പ്രമുഖരായ ആളുകളെ അമേരിക്കയും ഇസ്രായേലും കൊന്നുകളഞ്ഞു. തങ്ങളുടെ പ്രതിരോധം വളരെ സ്ട്രാറ്റജിക്കായി നടത്താൻ ഇറാന് സാധിച്ചു. ഇറാൻ്റെ ഏറ്റവും വലിയ തന്ത്രങ്ങളുടെ മുമ്പിൽ ലോക പോലീസ് പകച്ചു നിൽക്കുന്നതാണ് നാം കണ്ടത്. നരേന്ദ്രമോദി ഇറാനെ വിളിക്കേണ്ടി വന്നു. മസൂദ് പെസഷ്കിയാനെ ഫോണിൽ വിളിച്ച് സംസാരിക്കാൻ നരേന്ദ്രമോദിയെ പ്രേരിപ്പിച്ചത് ഹോർമുസിലെ ഉപരോധമാണ്. ഇന്ത്യ പ്രതിസന്ധിയിലേക്ക് പോയി.
ലോകരാജ്യങ്ങൾ പ്രതിസന്ധിയിലേക്ക് പോയി ഉപരോധങ്ങൾ അതിജീവിച്ച ഒരു രാജ്യം, എല്ലാവിധ സന്നാഹങ്ങളുമുള്ള ലോക പോലീസിനോട് ഏറ്റുമുട്ടി പിടിച്ചു നിൽക്കാൻ ഇറാന് സാധിച്ചു. ഇറാൻ ഒരു രാജ്യം മാത്രമല്ല, അതൊരു വലിയ സംസ്കാരമാണ്. ആ രാജ്യത്തിന് പാരമ്പര്യമുണ്ട്, ആ രാജ്യത്തിന് സംസ്കാരമുണ്ട്, ആ രാജ്യത്തിന് രാഷ്ട്രീയമുണ്ട്. ഇറാനെ തോൽപ്പിക്കാൻ വന്ന എല്ലാ ലോകശക്തികളും ഇറാനോട് അടിയറവ് പറഞ്ഞിട്ടുണ്ട്. പേർഷ്യയോട് അടിയറവ് പറയാത്ത ഒരു സാമ്രാജ്യവും ലോകത്തുണ്ടായില്ല. അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ അധപ്പതനത്തിൻ്റെ തുടക്കമാണ് ഇറാനിൽ ആരംഭിച്ചിരിക്കുന്നത്. ഇനി അമേരിക്ക പഴയ അമേരിക്കയല്ല, ഇനി ഇസ്രായേൽ പഴയ ഇസ്രായേലല്ല. ഇറാൻ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ കീ പ്ലെയറായി മാറിയിരിക്കുന്നു. ഇറാനെ ഭയപ്പെട്ടുകൊണ്ട് മാത്രമേ UAEക്കും മറ്റ് രാജ്യങ്ങൾക്കും അവിടെ നിലനിൽക്കാൻ കഴിയുകയുള്ളൂ. ഇസ്രായേലിനെ കൂട്ടുപിടിച്ച് ഇറാനെ നശിപ്പിച്ച് ഒരു മേധാവിത്വമുണ്ടാക്കാം എന്നാണ് UAE ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ ചിന്തിച്ചത്. ആ അറബ് രാജ്യങ്ങളെ നിഷ്പ്രഭമാക്കാൻ ഇറാന് സാധിച്ചു. അബ്രഹാം അക്കോർഡ് എന്ന് പറയുന്ന ജൂതരാഷ്ട്രവുമായുള്ള ബന്ധത്തിനും ബാന്ധവത്തിനും ഇറാൻ പര്യവസാനം കുറിച്ചിരിക്കുന്നു. ഇസ്രായേലുമായി ബാന്ധവമുണ്ടാക്കാൻ UAE ഉണ്ടാക്കിയ അബ്രഹാം അക്കോർഡ് ഹോർമൂസിലേക്ക് വലിച്ചെറിയേണ്ടിയിരിക്കുന്നു. ഇനി ഇറാനാണ് മിഡിൽ ഈസ്റ്റിലെ കാര്യങ്ങൾ തീരുമാനിക്കുക. ലെബനാൻ ഉൾപ്പെടെയുള്ള അവരുടെ ഫ്രണ്ട് ലൈനുകളിലുള്ള വാറുകൾ അവസാനിപ്പിക്കണം. ഇതൊക്കെ സാധ്യമാകുമ്പോൾ മാത്രമാണ് ശാശ്വതമായ ഒരു പരിഹാരമുണ്ടാവുക. ഇസ്രായേൽ ഇപ്പോൾ ഈ കരാർ അംഗീകരിച്ചിട്ടില്ല. എന്നാൽ JD വാൻസൺ പറയുന്നത് ഇസ്രായേൽ പിന്നീട് അത് അംഗീകരിക്കേണ്ടി വരും. ആ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാൻ ഇസ്രായേലിന് പ്രയാസമുണ്ടാകും. ഇസ്രായേൽ പ്രേമികളായ വർഗീയവാദികളായ ഇറാനിൽ ബോംബ് വർഷിക്കുമ്പോൾ സ്മൈലി ഇമോജി ഇട്ട് ആനന്ദ നൃത്തം ചവിട്ടിയ സംഘപരിവാർ ശക്തികൾ, വർഗീയവാദികൾ, മുസ്ലിം വിരോധികൾ, അവർക്കൊക്കെ ദുഃഖത്തിൻ്റെയും ഉറക്കമില്ലാത്ത രാത്രികളാണ് ഇറാൻ സംഭാവന ചെയ്തിരിക്കുന്നത്. ഇറാൻ്റെ നിശ്ചയദാർഢ്യത്തിന് മുമ്പിൽ, ഇറാൻ്റെ തുല്യതയില്ലാത്ത പോരാട്ടത്തിന് മുമ്പിൽ, ഇറാൻ്റെ റെസീലിയൻസിൻ്റെ മുമ്പിൽ, ഇറാൻ്റെ പെർസിസ്റ്റൻസിൻ്റെ മുമ്പിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്.